നമസ്കാരം പ്രിയപ്പെട്ടവരെ. അമേരിക്ക വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് വേൾഡ് മാധ്യമങ്ങളിൽ നിന്നും വരുന്ന വാർത്തകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ന് രാത്രിയോടുകൂടി ഇറാന് നേരെ ശക്തമായ രീതിയിലുള്ള ബോംബ് വർഷം ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് ട്രംപും ഡ്രാക്കുള നെതന്യാഹുവും കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഞങ്ങളങ്ങോട്ട് നിലം പരിശക്കും എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പോലും വേൾഡ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് 100 കണക്കിന് ഡ്രോണുകളാണ് ഇസ്രയേലിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വന്ന് വീഴുന്നു. അവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു, ഒരുപാട് ആളുകൾ മരണപ്പെടുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നത്. ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ഇറാന് നേരെ ഇപ്പം ഈ ഇസ്രയേലും അമേരിക്കയും കൂടെ സംയുക്തമായി ചേർന്നുകൊണ്ട് ഒരു അറ്റാക്ക് നടത്തി അവരുടെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അൽ ഖമേനിയെ കൊലപ്പെടുത്തി എന്നുള്ളതിലേക്ക് ബോംബിട്ട് ഏതാണ്ട് 180ഓളം വരുന്ന പെൺകുട്ടികളെ കൊലപ്പെടുത്തിയ നരാധമന്മാരായിട്ടുള്ള ഈ ചെറ്റകൾക്ക് വേണ്ടി വാദിക്കുന്ന ക്രിസംഗിയും സംഘിയോളികളും ഇന്നും വിദേശ രാജ്യങ്ങൾ, അതായത് GCC കൺട്രിയിൽ ഇരുന്നുകൊണ്ട് കുരയ്ക്കുന്നുണ്ട്. അതിലൊരു ധൈര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറാൻ ഇപ്പോൾ GCC കൺട്രികളെല്ലാം ആക്രമിച്ചിട്ടുള്ളത് നമുക്കറിയാം. കാരണം ഈ ഒരു യുദ്ധം നടന്ന സമയത്ത് ഇറാൻ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ ഈ US ആർമിക്ക് എവിടെയൊക്കെ ഏതൊക്കെ അറബ് രാജ്യങ്ങൾ ബേസ് കൊടുത്തിട്ടുണ്ടോ അവിടെയെല്ലാം ഞാൻ ശക്തമായിട്ട് അടിക്കും, അവിടെയുള്ള സാധാരണക്കാർക്ക് നേരെ ഞാൻ ഒരു അക്രമം പോലും നടത്തത്തില്ല എന്ന് ഇറാൻ പറഞ്ഞത് അത് അക്ഷരം പ്രതി പാലിച്ചുകൊണ്ടാണ് ഇറാൻ മിസൈൽ ആക്രമണം ഈ GCC കൺട്രിയിലൊക്കെ നടത്തുന്നത്. ഇപ്പോൾ ഒരു പുതിയ തരം വേട്ടാവളിയൻ ഒരു പരനാറി വന്നിട്ടുണ്ട്. ഒരു ഒന്നാന്തരം ക്രിസംഗി ഓളിയാണ് ഇവൻ. ദുബൈയിലാണ് ജോലി ചെയ്യുന്നത്. ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. ഈ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇവൻ നടത്തിയിരിക്കുന്ന ചില പരാമർശങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തെ പിഞ്ചു മക്കളെ, ഏതാണ്ട് 48,000-ഓളം വരുന്ന പിഞ്ചു മക്കളെ കൊലപ്പെടുത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ വേൾഡ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഇസ്രയേൽ എന്ന് പറഞ്ഞ ജൂതന്മാർക്ക് സ്ഥലം കൊടുത്തപ്പോഴത്തേക്ക് അവർ വിചാരിച്ചില്ല ഇവർ ഇത്രയും വലിയ വിഷപ്പാമ്പുകളാണെന്നുള്ളത്. ഇന്ന് ഈ യുദ്ധം നടക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നതും ഈ മുസ്ലിം രാജ്യങ്ങൾ തന്നെ. പരിശുദ്ധമാക്കപ്പെട്ട ഈ റമദാൻ മാസത്തിൽ സമാധാനമായിട്ട് അവർക്കൊരു നേരം നോമ്പ് തുറക്കാൻ പോലും പറ്റാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ പിശാചുക്കൾക്ക് ഇറാനെ ആക്രമിക്കാനായിട്ടുള്ള ബേസ് ഇവർ കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇറാൻ ഇപ്പൊ ഇവർക്കെതിരെ അടിച്ചത്. അപ്പം ഇവൻ ഈ ദുബൈയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള വലിയൊരു ധൈര്യം എന്ന് പറയുന്നത്, ഞാനിപ്പോ എന്ത് പറഞ്ഞാലും ദുബൈ ഗവൺമെന്റ് എനിക്കെതിരെ ഒരു നടപടിയും എടുക്കില്ല എന്നുള്ളൊരു ധാരണ അല്ലെങ്കിൽ അത്തരം ഒരു വിശ്വാസം അവനുള്ളത് കൊണ്ടായിരിക്കാം ഇത്ര ധൈര്യമായിട്ട് വന്നിരുന്നുണ്ട്. ഇറാനിൽ മരണപ്പെട്ടിട്ടുള്ള കുട്ടികളെയും പലസ്തീനിൽ മരണപ്പെട്ടിട്ടുള്ള കുട്ടികളെയും കുറിച്ചിട്ട് ഇവനെപ്പോലുള്ള നാറുകൾ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇവനൊരു മനുഷ്യനല്ല എന്ന് എനിക്ക് പറയാൻ സാധിക്കൂ. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക, കണ്ടിട്ട് നമ്മുടെ സഹോദരൻ കൊടുക്കുന്ന മറുപടിയും കൂടെ ഒന്ന് കേട്ടോളുക. ഇപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ? ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു രാജ്യമാണ്. ഈ രാജ്യത്തിനെതിരെ ഒരുപാട് രാജ്യങ്ങൾ ഈ രാജ്യത്തെ ഭൂപടത്തിൽ നിന്ന് തന്നെ മായ്ച്ചു കളയും, ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഫൈറ്റ് ചെയ്യാനും വാറിനും വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇറാനെ നോക്കിയേ, ഏജാതി എന്തൊരു വലിയ രാജ്യം ഇറാനൊക്കെ. എന്നിട്ട് ഈ പറയപ്പെടുന്ന ഇസ്രായേൽ ഫൈറ്റ് ചെയ്ത് തോക്കാതെ നശിച്ചു പോകാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിന്റെ പിറകിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. Praise the Lord. Amen. ഇസ്രായേൽ ഗാസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ഏകദേശം 35,000-ഓളം വരുന്ന മനുഷ്യരെ കൊന്നൊടുക്കിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ ആ സമയങ്ങളിൽ സേവ് ഗാസ എന്ന് പറഞ്ഞ് ലോകമെമ്പാടുമുള്ള മനുഷ്യർ ബഹളം ഉണ്ടാക്കിയതും നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. എന്നാൽ 2023 ഒക്ടോബർ 7 ഇസ്രായേൽ പാലസ്തീൻ ഭീകരന്മാരുള്ള ഹമാസ് നടത്തിയ നരവേട്ട നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതോ ഓർമ്മയുണ്ടായിട്ടും മനഃപൂർവ്വം മറച്ചു വെക്കുന്നതാണോ? നിങ്ങൾക്ക് ഇതൊക്കെ ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ അന്ന് സേവ് ഗാസയ്ക്ക് പകരം സ്റ്റോപ്പ് വാർ എന്ന് പാലസ്തീൻ എടുത്ത് പറഞ്ഞു. പലസ്തീൻ്റെ ആക്രമണം ഒഴിവാക്കണം, ആക്രമണം നിർത്തണമെന്ന് നിങ്ങൾ അന്ന് പറഞ്ഞാൽ. അന്ന് ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണം എന്ന് പറയുമ്പോൾ വെറും ഒരു ആക്രമണമല്ല, അന്ന് വരെ ഇസ്രായേൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഹീനമായ അറ്റാക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ മിസൈലിംഗ് മാത്രമല്ല, എയർ സ്ട്രൈക്ക് മാത്രമല്ല, നേരിട്ട് ഇസ്രായേലിലേക്ക് അതിക്രമിച്ച് കയറി കണ്ണി കണ്ടവരെ എല്ലാം പരലോകത്തേക്ക് അയക്കാം. പിഞ്ചു കുട്ടികളെ അടക്കം, മുതിർന്ന പൗരന്മാരെ അടക്കം, പെൺകുട്ടികളെ ഒന്നും വെറുതെ വിടാതെ എല്ലാവരും തല്ലിക്കൊന്നു. ആലോചിച്ച് നോക്കിയേ, ഇത്ര ഹീനമായ പ്രവൃത്തികൾ കാണിച്ച ഹമാസ്, പലസ്തീൻ ഭീകരന്മാർ അന്ന് ഇസ്രായേലിന് മാത്രമല്ല പണി കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഫലസ്തീൻ എന്ന രാജ്യത്തെ കൂടിയാണ് അന്ന് നമ്മൾ അപകടത്തിലേക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിനെ ആക്രമിച്ചു, ഇപ്പോൾ ഇന്ത്യ ആക്രമിച്ച് നമ്മൾ വെറുതെ ഇരിക്കും? ഇസ്രായേൽ ജനങ്ങളെ ഉറങ്ങി കിടന്നവരെ ഒരു സ്പെഷ്യൽ ഡേയിൽ കടന്നു കയറി ആക്രമിച്ച് കൊലപ്പെടുത്തിയ ആൾക്കാരെ വെറുതെ ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവർ ചേർത്ത് നിൽക്കും, അവർക്ക് അറ്റാക്ക് ചെയ്തേ പറ്റൂ. അവർക്ക് നിയർ ബൈ ആയിട്ടുള്ളത് ഗാസ സ്ട്രിപ്പാണ്. ഗാസ സ്ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ തിങ്ങി നിരങ്ങി ജീവിക്കുന്ന സ്ഥലം. അവിടേക്കാണ് മിസൈൽ ആക്രമണം. നേരിട്ടുള്ള ആക്രമണമല്ല, മിസൈൽ ആക്രമണം. ആ ആക്രമണത്തിൽ ഒരുപാട് പേര് മരിച്ചു. ഏകദേശം 35,000-ലധികം ആളുകൾ മരിച്ചു. കുറേ കുട്ടികൾ മരിച്ചു. എല്ലാവരും എപ്പോഴും പറഞ്ഞ കാര്യം, പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി. ഇസ്രായേൽ എങ്ങനെ അറ്റാക്ക് ചെയ്തത്? അവർ നേരിട്ട് അതിക്രമിച്ച് അറ്റാക്ക് ചെയ്യുമല്ല, എയർ സ്ട്രൈക്കിലൂടെ മിസൈലിലൂടെ അറ്റാക്ക് ചെയ്യുക. ആ സമയത്ത് കുഞ്ഞുങ്ങളെ എങ്ങനെ മാറ്റിയിരുത്താൻ പറ്റും? ഇൻകേസ് കുഞ്ഞുങ്ങളെ മാറ്റിയിരുത്താൻ വിചാരിച്ചാൽ തന്നെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പെൺകുട്ടികളെയും കൊച്ചു കുഞ്ഞുങ്ങളെ ഷീൽഡ് ആയിക്കൊണ്ട് മറയാക്കിക്കൊണ്ട് സ്കൂളുകളുടെ അടിയിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിന്റെ അടിയിരുന്നാണ് ഈ പറയപ്പെടുന്ന ഭീകരൻ ഹമാസ് അറ്റാക്ക് ചെയ്തത്. അവരെ പിന്നെ എങ്ങനെ വധിക്കും?
ഒരു കള്ളം 100 തവണ 1000 തവണ 10,000 ആളുകൾ പറയുമ്പോൾ സത്യമാകുമെന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞ സത്യം തന്നെ. കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇതൊക്കെ പരസ്യമായ രഹസ്യങ്ങൾ എന്ന് പറയുന്നത്. കാരണം മീഡിയാസ് പോലും ഇതൊന്നും പുറത്തു വരില്ല. ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവർ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു, ഡിഫെൻഡ് ചെയ്യുന്നു. ആ സമയത്താണ് ഈ കാഷ്വാലിറ്റീസ് എല്ലാം ഉണ്ടാകുന്നത്. ഇസ്രായേലിനെ അവർ ചൊറിയുന്നു, ഇസ്രായേൽ തിരിച്ച് മാറ്റുന്നു. ഫലസ്തീൻ ജനത അവരുടെ നാട് ദേശം തിരികെ പിടിക്കാൻ വേണ്ടിയാണ് ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ന്യായീകരിക്കുന്നത് കേട്ടു. അതിന്റെ ചരിത്രങ്ങൾ ഞാൻ വരുന്ന വീഡിയോസിൽ പറഞ്ഞുതരാം. 1948 മുതലല്ല മനുഷ്യ ചരിത്രം, മനുഷ്യനുണ്ടായ കാലം മുതലാണ് ചരിത്രം. അതെല്ലാം ഞാൻ കേട്ടല്ലോ. ഒരു ഒന്നാം തരം കാസാക്കൂസനാണ്. ദുബൈയിലാണ് ഇവൻ ജോലി ചെയ്യുന്നത്. എന്ത് ലാഹോത്തോടുകൂടിയാണല്ലേ ഈ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നതിനെ കുറിച്ചിട്ട് ഈ പരമ ചെറ്റ പറഞ്ഞത്. ഇസ്രായേലിലായാലും ഇറാനിലായാലും പലസ്തീനിലായാലും കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനോടൊന്നും നമുക്കാർക്ക് യോജിപ്പൊന്നുമില്ല. അത്തരം ഹീനമായിട്ടുള്ള പ്രവർത്തികൾ അതാര് തന്നെ ചെയ്താലും അത് 100% തെറ്റാ. പക്ഷേ കാലം ഇത്രയുമായിട്ട് 40-45,000 പിഞ്ചു മക്കളെ എന്തിന്റെ പേരിലാണ് ഈ ജൂതരാഷ്ട്രത്തിന്റെ ഈ തലവനായിട്ടുള്ള ഈ നെതന്യാഹു എന്ന് പറയുന്ന ഈ ട്രാക്കുള, ഇതിനു മുമ്പിരുന്ന ഏരിയൽ ഷാരോൺ, അതിനു മുമ്പിരുന്ന ഭരണാധികാരികൾ കൊന്നൊടുക്കിയത് എന്തിന്റെ പേരിലായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു? അപ്പൊ ഇത്രയും കാലം അടി മേടിച്ചിട്ട് തിരിച്ചങ്ങോട്ട് കയറി ഒരു അടി കൊടുത്തപ്പോഴത്തേക്ക് നിനക്കങ്ങോട്ട് അങ്ങ് ഊത്തലെടുത്തുന്നുണ്ടെങ്കിൽ നീയൊക്കെ അവിടെ കുനിഞ്ഞിരുന്ന് മാന്തിക്കോ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇന്ന് നീ ഇത് ഇത്രയും ധൈര്യമായിട്ട് ദുബൈയിൽ ഇരുന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറാൻ ദുബൈയുടെ US ആർമി ബേസിലേക്ക് ആക്രമിച്ചത് കൊണ്ട് നീ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കെതിരെ ഒരു നടപടി ഉണ്ടാവില്ല എന്നുള്ളത് നിനക്ക് നന്നായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് നീ ഇങ്ങനെ ഇരുന്നോട്ട് കുരയ്ക്കുന്നതെന്ന് അറിയാം. നിന്റെ മനസ്സ് എന്താണെന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഈ സഹോദരൻ കൊടുക്കുന്ന മറുപടിയും കൂടെ ഒന്ന് കേട്ടോ. അവിടെ കിടന്ന് പറയുന്നത് കേട്ടാ, ഇസ്രായേൽ എന്നും ജൂതന്മാരുടേതാണെന്ന്. അങ്ങനെ ജൂതന്മാരുടെ രാജ്യമായ ഇസ്രായേലിലേക്ക് വെറുതെ പലസ്തീൻ അങ്ങോട്ട് പോയിട്ട് ചൊറിയുകയാണെന്നാണ് ഈ വേട്ടാവളയും കണ്ടുപിടിച്ചിട്ടുള്ളത്. അങ്ങനെ ചൊറിയുന്നത് കൊണ്ടാണ് ഇസ്രായേൽ പലസ്തീനെ ആക്രമിക്കുന്നതെന്ന് യു എയിൽ ഇരുന്നു കൊണ്ടാണ് ഈ വേട്ടാവളിയും പറയുന്നത്. സമ്മതിക്കണം പ്രഭോ, സമ്മതിക്കണം. ഇവനെയൊക്കെ ഉണ്ടല്ല, സമ്മതിക്കണം. എനിക്ക് ഇവൻ പറഞ്ഞതിൽ ഏറ്റവും വലിയ സങ്കടമായതുണ്ടല്ല, ഇസ്രായേൽ ഉണ്ടല്ല പലസ്തീനിലെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ഇവൻ എത്ര മനോഹരമായിട്ടാണ് ന്യായീകരിച്ച് മെഴുകിയത്. പലസ്തീനിലെ കുഞ്ഞുങ്ങളെ ഇസ്രായേലിന്റെ മുന്നിൽ മനുഷ്യ ഷീൽഡാക്കി നിർത്തുന്നത് കൊണ്ടാണ് ഇസ്രായേൽ ആ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നതെന്നാണ് ഇവൻ കണ്ടുപിടിച്ച ന്യായീകരണം. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ഇസ്രായേൽ ഇല്ലാതാക്കിയ ഇത്ര മനോഹരമായിട്ട് ഇത്രയും വൃത്തികെട്ട രീതിയിൽ ന്യായീകരിക്കാൻ വേണ്ടി ഇവനെ പോലത്തെ സംഘിക്കല്ലാണ്ട് വേറെ ആരെക്കൊണ്ടും പറ്റുമോ? എന്നിട്ട് ഇവനുണ്ടല്ല ഇസ്രായേലിൽ മരണപ്പെട്ട കുഞ്ഞുങ്ങളില്ലേ അവർക്ക് വേണ്ടി വല്ലാണ്ട് കണ്ണീര് പൊഴിക്കുന്നുണ്ട്. അത് പലസ്തീൻ ചെയ്തത് വളരെ തെറ്റട്ടാ. അങ്ങനെയൊന്നും പലസ്തീൻ ചെയ്യാൻ പാടില്ല. പക്ഷെ ഇസ്രായേലിന് എന്ത് വേണമെങ്കിലും ഉണ്ടല്ല പലസ്തീന്റെ മുകളിൽ ചെയ്യാം. അങ്ങനെയാണ് ഈ വട്ടാവളി സംഘി പറയുന്നത്. വിവരവും ബോധവുമില്ലാത്ത സംഘിക്കുട്ട, നിന്നോട് ഞാൻ ഒരു കാര്യം പറട്ടെ. ജൂതന്മാർക്ക് കയറി കിടക്കാൻ ഇടം കൊടുത്ത രാജ്യമാണ് പലസ്തീൻ. അതാണ് അവർ ചെയ്ത അവരുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ആ തെറ്റിനുണ്ടല്ല ഇപ്പൊ പലസ്തീൻ മാത്രമല്ല ഇറാനും മറ്റുള്ള എല്ലാ മുസ്ലിം രാജ്യങ്ങളും അതിന്റെ ദുരന്തം അനുഭവിക്കുന്നു. ഈ കുറെ വർഷങ്ങളായിട്ട് ഈ സാത്താന്റെ സന്തതികൾ പാവം പിടിച്ച പിഞ്ചു മക്കളെ കൊന്നൊടുക്കിയപ്പോൾ ഇപ്പോൾ കാണാത്ത ഇവന്റെ ഈ ഊത്തലും കരച്ചിലും എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഇറാന്റെ ഓരോ ബോംബ് വീണും വൻ നാശനഷ്ടങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വാർത്തകളൊന്നും പുറത്തേക്ക് വരുന്നില്ല. എന്നാൽ അവിടെ ജോലി ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് ഇതൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ബന്ധുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇവിടെ ഇന്ന രീതിയിലൊക്കെ സംഭവിക്കുന്നുണ്ടെന്നുള്ള വാർത്തകൾ കേട്ട് ഞെട്ടിപ്പോയിരിക്കുകയാണ്. കാരണം ലോക പോലീസ് ചമഞ്ഞടന്ന ഈ നാറുകൾക്ക് അവരുടെ അസ്ഥാനത്ത് കയറി അടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ആൺകുട്ടികൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. ഇവന്റെ ഈ ഊത്തല് കാണുമ്പോഴത്തേക്ക് സത്യത്തിൽ ഇവനൊക്കെ മനുഷ്യനാണോ എന്ന് തന്നെ തോന്നിപ്പോവാൻ. ലോകത്ത് എവിടെ തന്നെ ആളുകൾ മരിച്ചാലും അത് പാടില്ല എന്ന് പറയുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇവരെ മുഴുവനായിട്ടും അങ്ങ് ഉന്മൂലനം ചെയ്യണമെന്ന് വിചാരിച്ച് കിടക്കുന്ന സാത്താന്റെ സന്തതികൾക്ക് പണിക്ക് 8ന്റെ പണി തിരിച്ചു തന്നെ കൊടുക്കണം. അത് കിട്ടുമ്പോൾ ഊത്തലുണ്ടായിട്ട് ഇങ്ങനെ ചൊറിച്ചിലുണ്ടായിട്ട് വന്നു കിടന്ന് മോങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഇന്ന് രാത്രിയോടുകൂടി ശക്തമായ രീതിയിലുള്ള അറ്റാക്ക് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനും ഉണ്ടാകും, ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാനിലേക്കും ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് വേൾഡ് മാധ്യമങ്ങൾ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കണമേ എന്ന് മാത്രമേ നമ്മളുടെ പ്രാർത്ഥനയുള്ളൂ. പക്ഷെ ഇവനെ പോലുള്ളവനെയൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെക്കുക. പ്രത്യേകിച്ച് ദുബൈയിലുള്ള മലയാളികളെ നിങ്ങൾ ഇവനെ ഒന്ന് നോട്ടമിട്ട് വെച്ചേക്കുക. ഇതിനുള്ള മറുപടിയൊക്കെ കൃത്യമായിട്ട് കൊടുക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് തന്നെ കൊടുക്കണം. കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവനെ പോലുള്ള വേട്ടാവളിയന്മാർ ഇനിയും പൊങ്ങി വരും. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്തൊരു വീഡിയോയിൽ. ബൈ.